പാരലൽ ആക്സിസ് തിയറം. ഇതിന് മറ്റൊരു പേരാണ് സ്റ്റെയ്നേഴ്സ് തിയറം എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് പ്ലസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് സെന്റർ ഓഫ് മാസ് ഫ്രം ദ ഗിവൺ ആക്സിസ്. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ വേണം. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ICM be the moment of inertia of a body about an axis through its center of mass. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണെന്ന് വിചാരിക്കും. ICM ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ about another axis which is parallel to the axis is given by I is equal to ICM plus MA square. അതാണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. I is equal to ICM plus MA square. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് MA സ്ക്വയർ. ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് പാരലാണ് കേട്ടോ, പാരലായിട്ട് രണ്ടെണ്ണം. ഒരെണ്ണം സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM. വേറെ ഒരെണ്ണം ആർബിട്രറി, അവിടെ I is equal to ICM plus MA square. ഇവിടെ M എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ ബോഡി ആൻഡ് A is the distance between the two axes. ഇതിപ്പോൾ ഒരു ലാമിനയുടെ കേസിലായി, ലാമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 dimensional, അതേപോലെ തന്നെ 3 dimensional കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കൺസിഡർ എ ബോഡി ഓഫ് മാസ് M. ക്യാപിറ്റൽ M ആണ് മാസ്. Let I be the moment of inertia of the body about an axis passing through O. പിന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ Z ആക്സിസ് ആണെന്ന് വിചാരിക്കുക. O, the axis of rotation, axis is chosen, is along Z axis. ഓക്കെ, ഇപ്പം നമുക്ക് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ലാമിന, അവിടെ നമ്മൾ ഒരു XY Z ആക്സിസ് എക്സൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് MI. ഇവിടെ നമ്മളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ മാസ് MI ആണ്. മാസ് MI അറ്റ് എ ഡിസ്റ്റൻസ് RI വിത്ത് റെസ്പെക്ട് ടു O. ഈ ഒറിജിൻ O എന്നുള്ള ഒറിജിനിൽ നിന്ന് RI ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് മാസാണ് MI എന്ന് പറയുന്നത്. ഓക്കെ, ഈ RI എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ O. അപ്പോൾ RI ക്യാൻ ബി റിട്ടേൺ ആസ് RI ഒരു വെക്ടറാണ്, വെക്ടർ XI പ്ലസ് YJ പ്ലസ് ZK, അതാണ് RI. അപ്പോൾ RI പെർപെൻഡിക്കുലർ, നമുക്ക് പെർപെൻഡിക്കുലർ ആണ് വേണ്ടത്. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു Z ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവുള്ളൂ? XI പ്ലസ് YJ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ RI പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു XI പ്ലസ് YJ. ഓക്കെ, ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. Of the ith particle from the Z axis. Okay, നമ്മൾ അസ്യൂം ചെയ്യാം എന്ത് കാര്യം നമ്മൾ വിചാരിക്കുന്നത്. ലെറ്റ് O ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സെൻറ്റർ ഓഫ് മാസ്, ഇത് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസ് അല്ലേ നമ്മൾ നേരത്തെ നോക്കിയത്. ഇത് നമ്മൾ O ഡാഷ് ബി ദ സെൻറ്റർ ഓഫ് മാസ്, അങ്ങനെ അസ്യൂം ചെയ്യാം. സെൻറ്റർ ഓഫ് മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റ് O ഡാഷ് എന്നുള്ളൊരു പോയിന്റ്, ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇവിടുത്തെ ആക്സിസ് X ഡാഷ് Y ഡാഷ്, സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള ആക്സിസ്. ഓക്കെ, ഇതാണ് CM. ഈ ചിത്രത്തിലുള്ള ഈ ആളാണ് ലാമിന ഓർ ബോഡി വിച്ച് ഈസ്, അതിൻ്റെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ Z ആക്സിസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് O ഡാഷ് X ഡാഷ്, പിന്നെ O ഡാഷ് Y ഡാഷ് ആൻഡ് O ഡാഷ് Z ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം, പുതിയ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് കിട്ടി. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ Z ഡാഷ് ഡയറക്ഷനിലാണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ
is along z dash axis. Okay. അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് എന്താ വരുന്നത്? നേരത്തെ നമ്മൾ എക്സ് ഡാഷ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഫ് കെ എന്ന് കണ്ട പോലെ കോർഡിനേറ്റ്സ് ഇവിടെ എന്ത് വരും? ഈ ഡാഷ്ഡ് ഫ്രെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ പ്ലസ് സെഡ് ഡാഷ് കെ. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ കണ്ടപ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജെ ഉണ്ടായിരുന്നു. അതേപോലെ ആർ ഐ ഡാഷിന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് കാണുമ്പോൾ എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ ഇതാണ് വരും. ഇവിടെ ആർ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഐ ഡാഷ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ആർ ഐ ഡാഷ് പെർപെൻഡിക്കുലർ എന്ന് കാണിക്കാനാണ് ഈ ഒരു സിമ്പിൾ. ആർ ഐ ഡാഷ് പെർപെൻഡിക്കുലർ ഈസ് ദ perpendicular distance of the ith particle from the axis z dash axis. Okay. This is our assumption. Let capital R be the distance of the center of mass distance of the center of mass O dash from the origin. നമ്മൾ ആദ്യത്തെ ഒറിജിൻ എവിടെയായിരുന്നു? ഒറിജിൻ O. മാസും ഈ നമ്മുടെ ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പൊ നമുക്ക് എഴുതാം ഈ ആറിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് എഴുതാം. സ്പ്ലിറ്റിംഗ് ക്യാപിറ്റൽ ആർ ഇൻറ്റു വെക്ടേഴ്സിനെ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് എഴുതാം. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണൻസ്. ഹൊറിസോണ്ടൽ കമ്പോണന്റിന് ആർ പാരലൽ ആൻഡ് ആർ പെർപെൻഡിക്കുലർ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചിത്രത്തിൽ നമുക്ക് ആർ പെർപെൻഡിക്കുലർ കാണിക്കണമെങ്കിൽ ഇതാണ് ഇസഡ് ഡാഷ് പ്രൈം എന്ന് പറയുന്നത്. ഇത് സെഡ് ഫ്രെയിം, ഇത് സെഡ് ഡാഷ് ഫ്രെയിം. ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ആർ പെർപെൻഡിക്കുലർ. ക്യാപിറ്റൽ ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി. ഇവിടെ മറ്റൊരു വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ ആർ ഐ അല്ലേ? രണ്ട് വെക്ടേഴ്സ് അത് തമ്മിലുള്ള റിസൾട്ടൻ്റ് വെക്ടർ. ആ വെക്ടറിനെ നമുക്ക് ആർ ഐ ഡാഷ് പെർപെൻഡിക്കുലർ എന്ന് എഴുതാം. പെർപെൻഡിക്കുലർ കമ്പോണന്റ്. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് ക്യാപിറ്റൽ ആർ പെർപെൻഡിക്കുലർ പ്ലസ് ആർ ഐ ഡാഷ് പെർപെൻഡിക്കുലർ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് വെക്ടറാണ്. ഈ വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് വെക്ടർ ആർ ഐ പെർപെൻഡിക്കുലർ എന്ന് കിട്ടും. From the figure we have capital R plus capital R ന്റെ R perpendicular plus RI dash perpendicular is equal to RI perpendicular. Vector addition വെച്ചിട്ടാണ് നമ്മൾ വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടർ. But we have from the definition of moment of inertia I is equal to sigma I mi ri perpendicular square ആണ് moment of inertia definition. അപ്പോൾ ri perpendicular ഇപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വേഷൻ 1 ൽ നിന്ന് ക്യാപിറ്റൽ R perpendicular plus equal to sigma I mi into ri dash perpendicular plus R perpendicular അതിന്റെ സ്ക്വയർ. ഇത് a plus b all square ഫോമിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? സിഗ്മ I mi ri dash perpendicular അതിന്റെ സ്ക്വയർ a square plus 2ab അല്ലേ? സിഗ്മ I 2a എന്ന് പറയുമ്പോൾ mi ri dash perpendicular into capital R perpendicular plus b square sigma I R perpendicular square. ഈ ടേം മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിപ്പോ. മിഡിൽ ടേം 0 ആയിപ്പോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അത് 0 ആവാൻ കാരണം ഇത് സിഗ്മ mi ri dash നമ്മുടെ ടേം വരുന്നുണ്ട്. ri dash പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പും ഡൗണും വരും. മൈനസും പ്ലസും വരുമ്പോൾ മൈനസും പ്ലസും ടേമുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദാസ് വി ഗെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഈ രണ്ട് ടേമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. I is equal to sigma I mi ri dash perpendicular square plus sigma I mi capital R perpendicular square. The first term is moment of inertia about the center of mass. Another term moment of inertia about center of mass. Mi about center of mass. Another term. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m into a square. രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്.
ഹെൻസ് ദ പ്രൂഫ് ഐ ഇസ് ഈക്വൽ ടു ICM പ്ലസ് MA സ്ക്വയർ എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. താങ്ക് യു.